ചെയ്യാൻ തുടങ്ങി. റമളാൻ മാസം വരെ ചെറുപ്പക്കാർക്ക് ഭയങ്കര ഈമാന. ബാക്കിയുള്ള 11 മാസവും പള്ളി കാണാത്ത ചങ്ങാതിമാരെ എപ്പം കാണാൻ കഴിയും? 12ാമത്തെ റമളാൻ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളി കാണാൻ കഴിയും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. റമളാനിന് മാത്രമല്ല പള്ളി പോണ്ടത്, റമളാനിന് മാത്രമല്ല പള്ളി പോണ്ടത്. ചില ചെറുപ്പക്കാരുണ്ട് പള്ളി വരും, റമളാനി വന്നിട്ട് ഭയങ്കര ഫിത്തിനെയാ പള്ളിയിൽ. കഞ്ഞിക്ക് ഉപ്പില്ല, ഈത്തപ്പരത്തിന് പുഴുവില്ല, നിസ്കാരം സ്പീഡിലായിപ്പോയി, സ്ലോ ആയിപ്പോയി, ഇങ്ങനെ ഫിത്തിന പറയാൻ ഞാൻ നിങ്ങളോട് പറയാ. നിസ്കാരം കൃത്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമിയത്ത് ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു കൊടുക്കൂല. അതാ പറയുന്നത്, അസ്ർ നിസ്കരിക്കാത്തവന്റെ മനസ്സ് കഠിനമായി പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരിക്കല് ഒരു പെണ്ണ് വന്നിട്ട് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബാ എനിക്ക് നബി തങ്ങളെ കാണണം. ഒരിക്കല് ഒരു പെണ്ണ് വന്നിട്ട് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബാ എനിക്ക് റസൂലുള്ളാഹി എന്ന് കാണണം. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചവനെ കാണണമെന്ന് സഹാബത്തിനോട് പറയുമ്പോ സഹാബത്തിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, നബി തങ്ങളുണ്ടല്ലോ അകത്താണ് പെണ്ണേ, നബി തങ്ങൾ ക്ലാസ്സിലാ, നബി തങ്ങൾ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സിലാണ് പെണ്ണേ. പഠിച്ചവരെ മണിക്കൂറുകൾ കഴിയുമ്പോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോ കടന്നു വരികയാ. നബി തങ്ങളതാ കടന്നു വരുമ്പോ ആ പെണ്ണുണ്ടല്ലോ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ് ഞാനുണ്ടല്ലോ ജീവിതത്തിലോ ഒരു തെറ്റ് ചെയ്തു നബിയേ, അല്ലാഹു പൊറുക്കുമോ? നബി തങ്ങളോട് പറയുമ്പോ നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുകയാ, എന്ത് തെറ്റാ ചെയ്തതോ, എന്ത് ഹറാമാ ചെയ്തതോ, എന്ത് തിന്മയാ ചെയ്തതോ? ആ പെണ്ണിനോട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ആ പെണ്ണതാ നബി തങ്ങളോട് പറയുകയാ, ഞാനുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രേമമായിരുന്നു, ഞങ്ങൾ വ്യഭിചരിച്ചു നബിയേ, ഞങ്ങൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു നബിയേ എന്ന് നബി തങ്ങളോട് പറയുകയാ. എന്നിട്ടോ നബി തങ്ങളോടാ പെണ്ണ് പറയുകയാ, യാ റസൂലല്ലാഹ് ഞാനതാ വ്യഭിചരിച്ചപ്പോ ഞാൻ ഗർഭിണിയായി നബിയേ, ഞാൻ വ്യഭിചരിച്ചപ്പോ ഞാൻ ഗർഭിണിയായി നബിയേ. എന്നിട്ട് നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ് ഞാൻ വ്യഭിചരിച്ച് ഗർഭിണിയായി, ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, അല്ലാഹു പൊറുക്കുമോ? നബി തങ്ങൾ ആ പെണ്ണിനോട് പറയുകയാ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ, അല്ലാഹു പൊറുക്കുന്നതാ, അല്ലാഹു പൊറുക്കുന്നതാ എന്നാ പെണ്ണിനോട് പറയുമ്പോ ആ പെണ്ണ് വീണ്ടും കരയുകയാ. നബി തങ്ങൾ ചോദിക്കുകയാ, ഇനി എന്തിനാ കരയുന്നതോ? അല്ലാഹു പൊറുക്കുമല്ലോ. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ് ഞാൻ പ്രേമിച്ചോ, വ്യഭിചരിച്ചോ, പ്രസവിച്ചോ, ആ കുഞ്ഞിനെ കൊന്നു നബിയേ, അല്ലാഹു പൊറുക്കുമോ നബിയേ, അല്ലാഹു പൊറുക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളോ വല്ലാതെ കരയുകയാ. ആ പെണ്ണിനോട് പറയുകയാ, തൗബ ചെയ്തോ പെണ്ണേ, കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ പെണ്ണേ, അല്ലാഹു പൊറുക്കുന്നതാ. ആ പെണ്ണതാ വീണ്ടും എന്റെ പ്രിയമുള്ളവരെ കരയുകയാ. നബി തങ്ങൾ ചോദിക്കുകയാ, എന്തിനാ കരയുന്നതോ, എന്തിനാ സങ്കടപ്പെടുന്നതോ? ആ പെണ്ണ് പറയുകയാ, ഞാനാ കുഞ്ഞിനെ കൊന്നിട്ടോ, ആ കുഞ്ഞിനെയുണ്ടല്ലോ സുറുക്കയിലിട്ടു നബിയേ, വീര്യം കൂടിയ സുറുക്കയില് ഞാൻ എന്റെ കുഞ്ഞിനെ ഇട്ടു നബിയേ. ആ സുറുക്കയുണ്ടല്ലോ അതിലേക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ ഇട്ടപ്പോ ആ സുറുക്കയിലോ എന്റെ കുഞ്ഞ് ലയിച്ചു പോയി, യാ റസൂലല്ലാഹ്. എന്നിട്ട് ആ സുറുക്കയുണ്ടല്ലോ ഇവിടെ കുടിക്കാൻ കൊടുത്തു നബിയേ. നബി തങ്ങളോടാ പെണ്ണ് പറയുമ്പോ നബി തങ്ങളോ വല്ലാതെ കരയുകയാ.
പ്രേമിച്ചു, പടച്ചവനെ വ്യഭിചരിച്ചു, പടച്ചവനെ പ്രസവിച്ചു, ആ കുഞ്ഞിനെ കൊന്നു, ആ കുഞ്ഞിനെ സുറുക്കയിലിട്ടു, ആ സുറുക്കയുണ്ടല്ലോ നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തു. നബിയേ അല്ലാഹു പൊറുക്കുമോ യാ റസൂലല്ലാഹ്? നബി തങ്ങളോട് പടച്ചവനെ പറയുമ്പോ നബി തങ്ങള് ആ പെണ്ണിനോട് ചോദിക്കുകയാ, മോളെ നീ നിന്റെ ജീവിതത്തിലോ അസ്ർ നിസ്കരിക്കാറില്ലേ? അസ്ർ നിസ്കരിക്കാറില്ലേ? നബി തങ്ങളോട് ആ പെണ്ണ് പറയുകയാ, യാ റസൂലല്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിലോ അസ്ർ നിസ്കരിക്കാത്തവളാ, അസ്ർ ഒഴിവാക്കുന്നവളാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അസ്ർ നിസ്കാരമുണ്ടല്ലോ പെണ്ണെ നീ ഉപേക്ഷിച്ചപ്പോ നിന്റെ ഹൃദയമുണ്ടല്ലോ കറുത്തുപോയി പെണ്ണെ, മലിനമായി പെണ്ണ്. അതുകൊണ്ടാണ് നീയുണ്ടല്ലോ ഹറാമ് ചെയ്തതെന്ന് നബി തങ്ങൾ പറയുമ്പോ നിങ്ങളോട് ഞാൻ പറയുകയാ, നിസ്കരിക്കുന്നവരാരോ ഇബാദത്ത് ചെയ്യുന്നവരാരാ, അവരുടെ ദുനിയാവോ അവരുടെ ആഖിറമുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാ കബൂലാക്കുന്നതാ, നന്നാക്കുന്നതാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രേമിച്ചു, വ്യഭിചരിച്ചു, കുട്ടിയുണ്ടായി, ആ കുട്ടിയെ സുർക്കയിലിട്ട് കൊന്നുകളഞ്ഞു. ആ സുർക്ക ആ നാട്ടിലുള്ള ആളുകളുടെ പ്രിയപ്പെട്ടവരെ കുടിക്കാൻ കൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, പെണ്ണെ നീ അസ്ർ നിസ്കരിക്കാറില്ലേ? ആ പെണ്ണ് പറഞ്ഞു, നബിയേ ഞാൻ അസ്ർ നിസ്കരിക്കാറില്ല. നബി തങ്ങൾ പറഞ്ഞു, മോളെ നീ അസ്ർ നിസ്കരിക്കാത്തത് കൊണ്ടാണ് നിന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ആരാണോ നിസ്കരിക്കുന്നത് അവരെന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അവരുടെ ദുനിയാവും ആഖിറവും നന്നാകുമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.